കർഷക കടാശ്വാസ നടപടികളുമായി സർക്കാർ കാർഷിക കടാശ്വാസ വായ്പാ പരിധി ഉയർത്താൻ മന്ത്രിസഭാ തീരുമാനം. വായ്പാ പരിധി 50,000-ൽ നിന്ന് 2 ലക്ഷമായി വർദ്ധിപ്പിച്ചു. 2014 മാർച്ച് 31 വരെയുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. കർഷകരുടെ എല്ലാ വായ്പകൾക്കും മൊറട്ടോറിയം ബാധകം. എല്ലാ വിളകളുടെ നഷ്ടപരിഹാര തുക ഇരട്ടിയാക്കാനും സർക്കാർ തീരുമാനം. നവകേരള നിർമ്മാണത്തിനായി ലോകബാങ്കിൽ നിന്ന് 3,500 കോടി വായ്പയെടുക്കാനും മന്ത്രിസഭയുടെ അനുമതി. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടിയിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് ആശ്വാസം പകരുന്ന തീരുമാനങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. കാർഷിക കടാശ്വാസ പരിധി 1 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷം രൂപയായി ഉയർത്താൻ തീരുമാനിച്ചതിന് പുറമെ വായ്പകൾക്കുള്ള മൊറട്ടോറിയം ഡിസംബർ 31 വരെ നീട്ടാനും തീരുമാനിച്ചു. കാർഷികേതര വായ്പകൾക്കും ഇത് ബാധകമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നേരത്തെ പ്രഖ്യാപിച്ച മൊറട്ടോറിയം ഈ വർഷം ഡിസംബർ 31 വരെ ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കാർഷിക വായ്പക്ക് മാത്രമല്ല, കർഷകർ എടുത്തിട്ടുള്ള എല്ലാ വായ്പകൾക്കും ബാധകമായിരിക്കും. ദീർഘകാല വിളകൾക്ക് പുതുതായി അനുവദിക്കുന്ന വായ്പയുടെ പലിശ 9% വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1 വർഷത്തേക്ക് നൽകും. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പരിധിയിൽ വാണിജ്യ ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്തുന്നത് പരിശോധിക്കാൻ കൃഷി ആസൂത്രണ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഷിക കടാശ്വാസ കമ്മീഷന്റെ പരിധിയിൽ വാണിജ്യ ബാങ്കുകൾ ഇപ്പോൾ പെടുന്നില്ല. അപ്പോൾ വാണിജ്യ ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അത് പരിശോധിക്കുന്നതിന് കൃഷി ആസൂത്രണ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിക്ഷോഭം മൂലമുള്ള വിളനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം കമുക്, കൊക്കോ, കാപ്പി, കുരുമുളക്, ജാതി, ഗ്രാമ്പു എന്നീ വിളകൾക്ക് ഇരട്ടിയാക്കി. ഏലം ഹെക്ടറിന് 18,000 രൂപയിൽ നിന്നും 25,000 രൂപയാക്കി ഉയർത്തി. പ്രളയകാലത്ത് പുറമ്പോക്കിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അതേ പ്രദേശത്ത് 2 മുതൽ 5 സെന്റ് വരെ ഭൂമി നൽകാനും വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപ നൽകാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സർക്കാർ ഭൂമി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഭൂമി വാങ്ങാൻ 6 ലക്ഷം രൂപയും വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപയും നൽകും. തിരുവനന്തപുരം മണക്കാട് വില്ലേജിൽ ബണ്ട് കോളനിയിലെ 75 കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പിന്നാക്കം നിൽക്കുന്നവരുടെ സംവരണ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ റിട്ടയർഡ് ജഡ്ജി ചെയർമാനായുള്ള കമ്മീഷനെ നിയോഗിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള കമ്മീഷനെ പുനഃസംഘടിപ്പിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മുന്നാക്ക വിഭാഗത്തിൽ പാവപ്പെട്ടവർക്ക് സംവരണം ഉറപ്പുവരുത്തുന്ന തരത്തിൽ വ്യവസ്ഥകൾ ക്രമീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ കമ്മീഷനെ നിയോഗിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. റിട്ടയർഡ് ജില്ലാ ജഡ്ജി കെ ശശിധരൻ നായരും തിരുവിതാംകൂർ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ രാജഗോപാലൻ നായരുമായിരിക്കും കമ്മീഷൻ അംഗങ്ങൾ. 3 മാസമാണ് കമ്മീഷന്റെ കാലാവധി. മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള കമ്മീഷൻ കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ റിട്ടയർഡ് ജസ്റ്റിസ് MR ഹരിഹരൻ നായർ ചെയർമാനായുള്ള 3-അംഗ കമ്മീഷനെയും നിയമിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശകൾ സമർപ്പിക്കുന്നതിന് റിട്ടയർഡ് ജില്ലാ ജഡ്ജി കെ ശശിധരൻ നായരെയും അഡ്വക്കേറ്റ് കെ രാജഗോപാലൻ നായരെയും കമ്മീഷനായി നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള കമ്മീഷന്റെ കാലാവധി അവസാനിച്ചിരുന്നു. അത് പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനവും മന്ത്രിസഭാ യോഗം എടുക്കുകയുണ്ടായി. ഓഖി ദുരന്തബാധിതരായ മത്സ്യത്തൊഴിലാളികൾക്ക് 120 FRP ബോട്ടുകൾ വാങ്ങുന്നതിന് 7.94 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഓഖി ഫണ്ടിൽ നിന്നും നൽകാൻ തീരുമാനിച്ചു. ഒപ്പം 4 കോടി രൂപ അടങ്കൽ തുക വരുന്ന ആധുനിക സമുദ്ര ഭക്ഷ്യ സംസ്കരണ യൂണിറ്റും വിപണന ഔട്ട്ലെറ്റും ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 1964 ഭൂപതിവ് ചട്ടപ്രകാരം ലഭിച്ച ഭൂമിയിൽ നടക്കുന്ന ഖനനത്തിന് സീനിയറേജ് ബാധകമാക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 2017 സൃഷ്ടിച്ച 400 പോലീസ് ഡ്രൈവർ തസ്തികയിൽ 38 തസ്തികകൾ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയായും 19 തസ്തികകൾ ASI ഡ്രൈവർ തസ്തികയായും അപ്ഗ്രേഡ് ചെയ്യാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിന് അംഗീകാരം. +2 വരെയുള്ള എല്ലാ പരീക്ഷകളും ഒരേ സമയത്ത് നടത്തും. സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബർ 5 മുതൽ 8 വരെ കാസർഗോഡ് നടക്കും. പുതിയ അധ്യയന വർഷം സ്കൂളുകൾ ജൂൺ 3-ന് തുറക്കാനും QAP യോഗത്തിൽ തീരുമാനമായി. 2019-20 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിൽ ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും ആകെ 203 പ്രവൃത്തി ദിനങ്ങളാകും ഉണ്ടാവുക. VHSEക്ക് 226 പ്രവൃത്തി ദിനങ്ങളും. ഇന്ന് ചേർന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം യോഗത്തിന്റേതാണ് ശുപാർശ.
SSLC, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി പരീക്ഷകൾ എല്ലാം തന്നെ ഒരുമിച്ച് നടത്തും. വാർഷിക പരീക്ഷകൾ മാർച്ച് 16 മുതൽ 30 വരെയായിട്ടായിരിക്കും നടത്തുക. ഒന്നാം പാദ വാർഷിക പരീക്ഷ ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 5 വരെയും രണ്ടാം പാദ വാർഷിക പരീക്ഷകൾ ഡിസംബർ 11 മുതൽ 20 വരെയായിട്ടും നടത്താനാണ് തീരുമാനം. SSLC മോഡൽ പരീക്ഷ ഫെബ്രുവരി 20 മുതൽ 28 വരെയായി നടത്തും. സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബർ 5 മുതൽ 8 വരെ കാസർഗോഡ് വെച്ച് നടത്തും. സബ് ജില്ലാ കലോത്സവങ്ങൾ 2 ദിവസമായി നിജപ്പെടുത്താനും ശുപാർശയുണ്ട്. അത് വെള്ളി, ശനി ദിവസങ്ങളിലായിട്ടാകും നടത്തുക. കായികമേള ഒക്ടോബർ മാസത്തിലും ശാസ്ത്രമേള നവംബർ 1 മുതൽ 3 വരെയായി നടത്താനുമാണ് തീരുമാനം. 2019 ജൂൺ 3-നാകും പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുക. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് ഏറെ മുൻപ് തന്നെ പാഠപുസ്തകങ്ങൾ, പരീക്ഷകൾ എന്നിവ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ ക്രമീകരണങ്ങളും ഇതോടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. എസ് ഷീജ, തിരുവനന്തപുരം. സമുദ്ര അതിർത്തികളിലൂടെ രാജ്യത്ത് അക്രമം നടത്താനും തീവ്രവാദികൾ പരിശീലിക്കുന്നതിനായി നേവി ചീഫ് കശ്മീരിലുണ്ടായ പ്രശ്നങ്ങൾ അതീവ ഗൌരവത്തോടെയാണ് സൈന്യം കാണുന്നതെന്നും നേവി തലവൻ പറഞ്ഞു. കശ്മീരിലെ ട്രാലിൽ സൈന്യവും തീവ്രവാദികളും ഏറ്റുമുട്ടി 2 തീവ്രവാദികളെ കൊലപ്പെടുത്തി. അതേസമയം വ്യോമാക്രമണത്തെ തുടർന്ന് ജെയ്ഷെ മുഹമ്മദിന്റെ ബലാക്കോട്ടിലെ മദ്രസയിൽ നിന്നും ആളുകളെ മാറ്റിയതായി പ്രദേശവാസികൾ പറഞ്ഞു. ഒരു ഇംഗ്ലീഷ് ദിനപത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കരമാർഗവും വ്യോമമാർഗവും ഇന്ത്യൻ അതിർത്തികളിലേക്കുള്ള തീവ്രവാദികളുടെയും പാക് സൈന്യത്തിന്റെയും പ്രകോപനം തുടരുന്നതിനിടയിലാണ് സമുദ്രമേഖലയിലൂടെയും പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നതായി നേവി തലവൻ വ്യക്തമാക്കുന്നത്. ഇന്ത്യ പസഫിക് സമുദ്രമേഖലയിൽ ചില രാജ്യങ്ങളുടെ സഹായത്തോടെയുള്ള തീവ്രവാദാക്രമങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. പല രീതിയിൽ അക്രമം നടത്താനുള്ള പരിശീലനം തീവ്രവാദികൾക്ക് ലഭിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും സുനിൽ ലാംബെ പറഞ്ഞു. ഗൗരവത്തോടെയാണ് സൈന്യം ഇതിനെ കാണുന്നത്. അതേസമയം ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ബലാക്കോട്ടിൽ നിന്ന് ലഭിച്ചതായി ഒരു ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മദ്രസയിലെ താമസക്കാരെ വ്യോമാക്രമണ സമയത്ത് പാക് സൈന്യം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയെന്ന് താമസക്കാരിൽ ഒരാളുടെ ബന്ധു പറഞ്ഞെന്നാണ് റിപ്പോർട്ട്. അതേസമയം അതിർത്തിയിൽ തീവ്രവാദികളും പാക് പട്ടാളവും പ്രകോപനം തുടരുന്നു. ട്രാലിൽ തീവ്രവാദികളും സൈന്യവും നടത്തിയ ആക്രമണത്തിൽ 2 തീവ്രവാദികളെ സൈന്യം കൊലപ്പെടുത്തി. ഒരു പ്രദേശവാസിക്കും പരിക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന പരിപാടികൾ അവസാനിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിപ്പിക്കുന്നുവെന്ന ആക്ഷേപം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉദ്ഘാടന തിരക്കിലാണ് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും. 8-ാം തീയതി വരെ മോദി ഉദ്ഘാടന തിരക്കിലാണ്. സർക്കാരിന്റെ ഉദ്ഘാടനങ്ങളും പ്രഖ്യാപനങ്ങളും അവസാനിച്ച് 9-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. 2014 മാർച്ച് 5-നാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന പരിപാടികൾ അവസാനിക്കാൻ വേണ്ടിയാണെന്നാണ് ആക്ഷേപം. കേന്ദ്രമന്ത്രിസഭാ യോഗം വ്യാഴാഴ്ച നടക്കുന്നതും പ്രഖ്യാപനം വൈകിപ്പിക്കാൻ കാരണമാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന പരിപാടികളുടെ തിരക്കിലാണ്. തമിഴ്നാട്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച മോദിക്ക് ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി ഈ ആഴ്ച 59,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളുണ്ട്. 8-ന് മീററ്റ് റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റമാണ് മോദി ഉദ്ഘാടനം ചെയ്യുന്ന അവസാന പദ്ധതി. ഈ പരിപാടിയും കഴിഞ്ഞ ശേഷമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയുള്ളൂ. 7-ന് കേന്ദ്ര മന്ത്രിസഭാ യോഗവുമുണ്ട്. യോഗത്തിൽ 13 റോസ്റ്റർ വിഷയത്തിൽ തീരുമാനം പുനഃപരിശോധിച്ചേക്കും. മറ്റു പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാകില്ല. അതിനാൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ സർക്കാരിന് സമയം നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്നാണ് മറ്റൊരു വിമർശനം. മോദിയുടെ ഉദ്ഘാടന പരിപാടികൾ അവസാനിക്കാനായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേൽ രംഗത്തെത്തി. ഇപ്പോൾ ജമ്മുകശ്മീർ സന്ദർശനത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരികെ വന്നയുടൻ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യാൻ കമ്മീഷൻ യോഗം ചേരും. പിന്നാലെ പ്രഖ്യാപനവും നടത്തും. നിലവിലെ സാഹചര്യത്തിൽ മോദിയുടെ അവസാന ഉദ്ഘാടനവും കഴിഞ്ഞ് 9-നോ 9-ന് ശേഷമോ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യമില്ല. 3 സീറ്റുകൾ നൽകാം എന്ന ആം ആദ്മി പാർട്ടി ഫോർമുല കോൺഗ്രസ് തള്ളി. പ്രതിപക്ഷ സഖ്യത്തിനെതിരാണ് കോൺഗ്രസ് എന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി നടത്തിയ സമ്മർദ്ദതന്ത്രവും ഫലം കണ്ടില്ല. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസുമായുള്ള ചർച്ചകൾക്ക് ആം ആദ്മി പാർട്ടി വീണ്ടും വാതിൽ തുറന്നുവച്ചിരുന്നു. ഇരു പാർട്ടികളും 3 സീറ്റുകളിൽ വീതം മത്സരിക്കാനും 1 സീറ്റിൽ പൊതുസമ്മതനെ സ്ഥാനാർത്ഥിയാക്കാനുമായിരുന്നു AAP മുന്നോട്ട് വെച്ച ശുപാർശ. ഫോർമുല കോൺഗ്രസ് ഹൈക്കമാൻഡിന് സ്വീകാര്യമായിരുന്നെങ്കിലും
സംസ്ഥാന ഘടകം ശക്തമായി എതിർത്തു. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേർന്ന സംസ്ഥാന നേതാക്കളുടെ യോഗത്തിലാണ് സഖ്യം വേണ്ടെന്ന തീരുമാനം. സഖ്യം കോൺഗ്രസിനേക്കാൾ ആം ആദ്മി പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നായിരുന്നു ഷീലാ ദീക്ഷിത് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളുടെ നിലപാട്. കോൺഗ്രസ് പിന്തുണയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ആം ആദ്മി പാർട്ടി അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യും. സഖ്യമില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി തകരുമെന്നും നിയമസഭയിൽ മത്സരം കോൺഗ്രസും ബിജെപിയും തമ്മിൽ ആകുമെന്നുമാണ് സംസ്ഥാന ഘടകത്തിന്റെ കണക്കുകൂട്ടൽ. സംസ്ഥാനത്ത് ബിജെപിയെ ഒറ്റപ്പെടുത്താനുള്ള അവസരം കോൺഗ്രസ് നഷ്ടമാക്കിയെന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞു. ത്രികോണ മത്സരം ഉറപ്പായതോടെ ബിജെപി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാനാണ് വഴിയൊരുങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സിപിഐഎം നേതൃയോഗങ്ങൾ പുരോഗമിക്കുന്നു. ലോക്സഭാ സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടവരുടെ പട്ടിക യോഗം പരിശോധിക്കും. കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാണി ജോസഫ് തർക്കത്തിൽ കോൺഗ്രസ് ഇടപെടില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. കേരള കോൺഗ്രസിനാണ് സീറ്റ്. കേരള കോൺഗ്രസ് ആണ് മുന്നണിയിൽ. അവരുടെ പാർട്ടിയിലെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ. അതിനകത്ത് ഞങ്ങൾ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. ഓരോ പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ അവരവരല്ലേ തീരുമാനിക്കുന്നത്. അത് ഞങ്ങളല്ല. അതൊന്നും ഞങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തീരുമാനം ഇവിടെ പ്രഖ്യാപിച്ച പിന്നെ ചർച്ചയുണ്ടോ? റഫേൽ വിമാനങ്ങൾ ലഭിക്കുന്നത് വൈകിച്ചതിന് കാരണം ബിജെപി എന്ന് മുൻ പ്രതിരോധ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ AK ആന്റണി. 2012 ജനുവരിയിൽ UPA സർക്കാർ റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ എതിർപ്പുമായി വന്നത് ബിജെപിയാണ്. CAG റിപ്പോർട്ട് തന്നെയാണ് ഈ ആരോപണങ്ങൾക്ക് മറുപടിയെന്നും AK ആന്റണി പറഞ്ഞു. റഫേൽ വിഷയത്തിൽ പ്രധാനമന്ത്രി രാജ്യം മുഴുവൻ നടന്ന തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും ആന്റണി കുറ്റപ്പെടുത്തി. In January 2012, during our time, Rafale was selected as L1. After determination of L1 vendor during 2012, there were several complaints alleging irregularity in the price evaluation process, including complaints from honorable members of parliament. Our Prime Minister of India is touring the country and spreading misinformation. കുടിവെള്ളക്ഷാമവും വരൾച്ചയും നേരിടാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ ജനകീയ സമിതികൾ രൂപീകരിക്കാനും തീരുമാനം. ജില്ലാ കളക്ടർമാരുമായി മുഖ്യമന്ത്രി നടത്തിയ വീഡിയോ കോൺഫറൻസിന്റേതാണ് തീരുമാനം. കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ വിപുലമായ ബോധവൽക്കരണം നടത്താനും തീരുമാനമായി. കടുത്ത വരൾച്ചയെ നേരിടുന്നതിനും വേനൽക്കാല ജലവിനിയോഗവും വിതരണവുമായി ബന്ധപ്പെട്ടുമായിരുന്നു ജില്ലാ കളക്ടർമാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗ് നടത്തിയത്. കുടിവെള്ളക്ഷാമവും വരൾച്ചയും നേരിടാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ജലസംഭരണികളിൽ വെള്ളം കുറയുന്നത് നേരിടാൻ നടപടി. മനുഷ്യർക്കൊപ്പം പക്ഷിമൃഗാദികൾക്കും കുടിവെള്ളം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണം. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനും വരൾച്ചാ പ്രവർത്തനങ്ങൾക്കുമായി തദ്ദേശ സ്ഥാപനം മുതൽ ജില്ലാതലം വരെ ജനകീയ സമിതികൾ രൂപീകരിക്കാനും തീരുമാനമായി. ഇതിനായി ദ്രുതകർമ്മ സേനയ്ക്ക് രൂപം നൽകും. വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങാൻ സാധ്യതയുള്ളതിനാൽ വനം വകുപ്പ് ശക്തമായി നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. വെള്ളം പാഴാക്കാതിരിക്കാനും കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കാനും വിപുലമായ ബോധവൽക്കരണം നടത്താനും തീരുമാനമായി. ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയാൻ ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ നല്ല മുന്നൊരുക്കം വേണമെന്നും മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരോട് നിർദ്ദേശിച്ചു. ഉപേക്ഷിക്കപ്പെട്ട ക്വാറികളെ ജലസ്രോതസ്സായി വിനിയോഗിക്കണം. കുടിവെള്ള വിതരണ ടാങ്കറുകളുടെ ശുചിത്വവും ഉറപ്പാക്കണം. ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനും ഉടനടി നടപടിയെടുക്കണം. നാണ്യവിളകൾക്ക് വെള്ളമെത്തിക്കാൻ കൃഷിവകുപ്പുമായി ചേർന്ന് നടപടി സ്വീകരിക്കണം. കുടിവെള്ളത്തിന്റെ ദുരുപയോഗം തടയണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ, കെ കൃഷ്ണൻകുട്ടി, AC മൊയ്തീൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്നതിനാൽ സൂര്യതാപ സാധ്യതാ മുന്നറിയിപ്പും സുരക്ഷാ മുന്നറിയിപ്പും ആവർത്തിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഉഷ്ണതരംഗ സാധ്യത സംബന്ധിച്ച മുന്നറിയിപ്പ് ഇന്ന് കൂടിയേ ഉള്ളൂവെങ്കിലും തുടർ ദിവസങ്ങളിലും ജാഗ്രത സ്വീകരിക്കാനാണ് തീരുമാനം. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് സൂര്യതാപം ഏൽക്കുന്ന പണികൾ ചെയ്യിപ്പിക്കുന്ന കമ്പനികൾക്കും ഉടമകൾക്കുമെതിരെ നടപടി സ്വീകരിക്കും. സ്കൂളുകളിൽ അസംബ്ലികൾ ഒഴിവാക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അറിയാനായി മിന്നൽ പരിശോധനകൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ പകൽ 11 മുതൽ 3 വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. നീർജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കയ്യിൽ കരുതുക. രോഗങ്ങളുള്ളവർ 11 മുതൽ 3 വരെയെങ്കിലും സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. അയഞ്ഞ ലൈറ്റ് കളർ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക.
വിദ്യാർത്ഥികളുടെ പരീക്ഷാകാലമായതിനാൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തുക, ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും തൊഴിൽ വകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക, വേനൽക്കാലത്ത് താപനില ക്രമാതീതമായി ഉയരുന്നതിനാൽ തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത മുൻനിർത്തി സൂര്യപ്രകാശം നേരിട്ടേൽക്കേണ്ടി വരുന്ന തരം തൊഴിലാളികളുടെ സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണറും ഉത്തരവിറക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യം ആരോഗ്യവകുപ്പ് വിലയിരുത്തിയതായി മന്ത്രി കെ ശൈലജ. പകർച്ചവ്യാധികളടക്കം പടരുന്ന സാഹചര്യം നേരിടാൻ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ ഡിഎംഒമാർക്ക് നിർദ്ദേശം നൽകി. ജനങ്ങളും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ന് ഞങ്ങൾ ആരോഗ്യവകുപ്പിലെ പ്രധാനപ്പെട്ട എല്ലാവരും ചേർന്നിരുന്നു, ഉദ്യോഗസ്ഥന്മാരെല്ലാം ചേർന്നിരുന്നു ഇത് സംബന്ധിച്ചുള്ളൊരു അവലോകനം നടത്തുകയും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സൂര്യതാപമേറ്റ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള അഥവാ അങ്ങനെ സംഭവിച്ചാൽ പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും നിശ്ചയിച്ചിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള മുൻകരുതൽ എടുക്കാൻ ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഡിഎംഒമാർക്കും ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകർക്കുമെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ പകർച്ചവ്യാധികൾ തടയുന്നതിനും സൂര്യതാപത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നേരിടുന്നതിനും കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിനെ പൂർണ്ണമായിട്ടും സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ നിർദ്ദേശങ്ങളും താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഉഷ്ണതരംഗ മുന്നറിയിപ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തൊഴിലിടങ്ങളിൽ പരിശോധന കർശനമാക്കും. തൊഴിൽ സമയം ക്രമീകരിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ സാംബശിവറാവു പറഞ്ഞു. പരിശോധനയ്ക്കായി ജില്ലയിൽ തൊഴിൽ വകുപ്പിന്റെ 7 സ്ക്വാഡുകൾ രൂപീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഈ മാസം 7 വരെ ഉഷ്ണതരംഗത്തിനു സാധ്യതയെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അതീവ ജാഗ്രത തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട്ട് ശരാശരിയിൽ നിന്ന് 3 ഡിഗ്രിയിൽ കൂടുതൽ താപനില ഉയർന്നിരുന്നു. സാഹചര്യം കണക്കിലെടുത്ത് കോർപ്പറേഷൻ ജീവനക്കാരുൾപ്പെടെയുള്ളവരുടെ ജോലി സമയം പുനഃക്രമീകരിക്കുകയും ചെയ്തു. തൊഴിൽ സമയം ക്രമീകരിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർ സാംബശിവറാവുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ലേബർ ഒരു 7 സ്ക്വാഡ്സ് ആണുള്ളത് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ. ഈ നിർമ്മാണ പ്രദേശങ്ങളെ പ്രത്യേകിച്ചിട്ടും കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്നലെ മുതൽ തുടങ്ങിയാവും. സ്കൂൾസിലെ നമ്മൾ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് നമ്മൾ കുറച്ചും കൂടി സൂക്ഷിക്കേണ്ടതുണ്ട്, കുട്ടികൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. സോ ക്ലാസ് റൂംസിൽ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, അവർ ഏറ്റെടുക്കേണ്ട ജാഗ്രതകൾ എന്താണ്, അത് മൊത്തം പറയുന്നത് നെക്സ്റ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അലർട്ടിലാണ് ഉള്ളത്. 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കുക, നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം കരുതുക, കുട ചൂടുക, അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണം അടക്കമുള്ള കാര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ നടക്കും. സ്കൂളുകളിൽ അസംബ്ലികൾ ഒഴിവാക്കുന്ന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാനും പരിശോധന ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി. കേസിലെ 2ാം പ്രതി മാർട്ടിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതിയുടെ നിർദ്ദേശം. ജാമ്യാപേക്ഷ കോടതി തള്ളി. കേസ് വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ നിയോഗിച്ചുകൊണ്ട് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ആക്രമിക്കപ്പെട്ട നടിയുടെ ആവശ്യം പരിഗണിച്ചായിരുന്നു ഉത്തരവ്. വിചാരണ പരമാവധി വേഗം പൂർത്തിയാക്കണമെന്നും കോടതി അന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. കേരള കോൺഗ്രസുമായുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ 3ാം വട്ട ചർച്ച അല്പസമയത്തിനകം നടക്കും. 2 സീറ്റ് വിട്ടുകിട്ടണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസെങ്കിലും കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. അതിനാൽ ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയും വിജയം കണ്ടേക്കില്ല. അതേസമയം 2ാം സീറ്റിനായി പാർട്ടിക്കുള്ളിലും UDF-ലും യുദ്ധം നടത്തുന്ന PJ ജോസഫ് കോൺഗ്രസ് തീരുമാനത്തിന് വഴങ്ങുമോ എന്ന് നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, എവിടെയാണ് യോഗം നടക്കുക എന്നതിന് ഒരു അന്തിമ തീരുമാനമായോ? എത്ര മണിയോടുകൂടിയായിരിക്കും യോഗം ആരംഭിക്കുക? ആരൊക്കെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കും? അശ്വതി, 9 മണിയോടെ എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് യോഗം തുടങ്ങുക. 9 മണിയോടെ തന്നെ നേതാക്കളെല്ലാവരും എത്തും. കോൺഗ്രസ് നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിലവിൽ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, UDF കൺവീനർ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവർ എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തും. അതേസമയം തന്നെ കേരള കോൺഗ്രസ് നേതാക്കളായ KM മാണി, PJ ജോസഫ് അടക്കമുള്ളവരും എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് 9 മണിക്ക് മുൻപായി തന്നെ എത്തും. 9 മണിയോടെ ചർച്ചകൾ ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മുൻപ് കോൺഗ്രസ് പറഞ്ഞ കാര്യം തന്നെ, അതായത് അധിക സീറ്റ് നൽകാനാവില്ല എന്ന നിലപാട് തന്നെയായിരിക്കും കോൺഗ്രസ് ഇത്തവണയും ആവർത്തിക്കുക. 1 സീറ്റ് വിട്ടു നൽകിക്കൊണ്ടുള്ള ഒത്തുതീർപ്പിന് കോൺഗ്രസ് തയ്യാറാവില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. എന്നാൽ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ചർച്ചയും പരാജയപ്പെടും. ഒരു പക്ഷേ KM മാണി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ, 1 സീറ്റ് എന്ന ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ PJ ജോസഫ് വഴങ്ങുമോ എന്നുള്ളതാണ് കേരള കോൺഗ്രസ് നേതാക്കളെയും UDF-നെയും ആശങ്കപ്പെടുത്തുന്നത്. എന്നാൽ 1 സീറ്റ് മാത്രമേ നൽകുകയുള്ളൂ, ഇനിയും മറ്റൊരു സീറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ
അത് അംഗീകരിക്കുക മാത്രമേ കേരള കോൺഗ്രസിന് വഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഒരു സീറ്റ് തനിക്ക് വേണമെന്ന് പി ജെ ജോസഫ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പി ജെ ജോസഫിന്റെ പിടിവാശിക്ക് വഴങ്ങണമോ എന്ന് സംബന്ധിച്ച് കേരള കോൺഗ്രസ് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുത്തേ മതിയാവൂ എന്നുള്ളതാണ് സാഹചര്യം. ഒരുപക്ഷെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത് സംബന്ധിച്ച ഒരു ധാരണ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു സീറ്റാണെങ്കിൽ അത് പി ജെ ജോസഫിന് വിട്ടുകൊടുക്കണോ എന്ന് സംബന്ധിച്ച ഒരു ധാരണ ആക്കിയ ശേഷമായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ ഈ ഉഭയകക്ഷി ചർച്ചയ്ക്കായി കേരള കോൺഗ്രസ് നേതാക്കൾ എത്തുക. ശരി, ഉമേഷ് വിവരങ്ങൾ നൽകിയതിന്. എത്നിക് ഫാഷൻ രംഗത്തെ കൊച്ചിയിലെ പ്രമുഖ വിൽപ്പന കേന്ദ്രമായ ബൈ ഹാൻഡിന്റെ സേവനം ഇനി ഓൺലൈനിൽ ലഭ്യമാകും. ബൈ ഹാൻഡ് ഷോറൂമുകളിലെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ബൈ ഹാൻഡിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഉപഭോക്താക്കൾക്ക് വാങ്ങാം. ചലച്ചിത്ര താരം ആശ അരവിന്ദ് വെബ്സൈറ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. എത്നിക് വസ്ത്രങ്ങൾ, ഹോം ഡെക്കോർ, കരകൌശല ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വേറിട്ട ശേഖരമാണ് ബൈ ഹാൻഡിൽ ഒരുക്കിയിരിക്കുന്നത്. വെബ്സൈറ്റ് ലോഞ്ചിന്റെ ഭാഗമായി ഫാഷൻ ഷോയും സംഘടിപ്പിച്ചിരുന്നു.